Alright, so നമുക്ക് ഇന്ന് അടുത്ത PYQ നോക്കാം. ഈ PYQ നമ്മൾ എടുത്തിരിക്കുന്നത് സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണ്. യൂഷ്വലി ഒരു ബാക്ടീരിയ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. So choose a correct answer. A structure that is seen in the bacterial cell. അതായത് പ്രോകാരിയോട്സിൽ മാത്രം കാണുന്ന ഒരു സ്ട്രക്ചറിനെയാണ് ചോദിക്കുന്നത്. ന്യൂക്ലിയസ്, ലൈസോസോം, പ്ലാസ്റ്റിഡ്, മീസോസോം. ന്യൂക്ലിയസ് എന്തായാലും ഇല്ല, കാരണം ന്യൂക്ലിയസ് ഓൺലി ഇൻ യൂകാരിയോട്സ് ആണ്. അതൊരു ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽ ആണ്. ലൈസോസോമിനും മെംബ്രെയിൻ ഉണ്ട്, സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പാർട്ട് ഓഫ് പ്രോകാരിയോട്സ്. പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന സ്ട്രക്ചറും പ്രോകാരിയോട്സും ഇല്ല, കാരണം ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ആണ്. യെസ്, അപ്പൊ ആകെയുള്ള നമ്മുടെ ആൻസർ മീസോസോം ആണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ മീസോസോം ഉണ്ടാവുക? ഒരു ബാക്ടീരിയൽ സെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, സോ ഇറ്റ് ഹാസ് എ സെൽ വാൾ. ഇത് സെൽ വാൾ ആണെങ്കിൽ ഈ സെൽ വാളിനകത്ത് നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. ഓക്കെ, സോ പ്ലാസ്മ മെംബ്രെയിനാണ് നമ്മുടെ ഈ സ്ട്രക്ചർ എന്തായാലും ഉള്ളത് മെയിൻ ആയിട്ട്. സോ മീസോസോം എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാസ്മ മെംബ്രെയിൻ ഭയങ്കരമായിട്ട് ഫോൾഡഡ് ആണ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ മീസോസോം എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രക്ചർ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യാനായിട്ട്. ഓക്കെ, ദിസ് ഹെൽപ്സ് ഇൻ increased surface area. ഇൻക്രീസ് സർഫേസ് ഏരിയ ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ എനർജി ഒക്കെ ഉണ്ടാക്കുന്നത്. സോ എത്രത്തോളം മെംബ്രെയിൻ ഉണ്ടോ അത്രയും കൂടുതൽ എനർജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ദിസ് ഇസ് ആർ മീസോസോം സ്ട്രക്ചർ. ആൻഡ് ഇത് നമ്മൾ യൂഷ്വലി ബാക്ടീരിയയിലും പ്രോകാരിയോട്സിലും മാത്രമാണ് കാണുന്നത്. യെസ്, കണ്ടു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ ഒക്കെ പോലെ തോന്നും, ബട്ട് ഓക്കെ, അതിന് പുറകിലും ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ ആൻസർ മീസോസോം ആയിരിക്കും. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിൽ ചോദിക്കാം.